जीवन में प्रभु शांति और तसल्ली देने के लिए हम विनती करते हैं। यहाँ पर होने वाले सेवकाई के लिए हम प्रार्थना करते हैं। प्रभु अभिषेक के द्वारा आज प्रभु यहाँ पर इस्तेमाल करने के लिए विनती करते हैं। प्रेज द लॉर्ड। खास करके और शांति को पाने के लिए उनको सहायता कर आपके पवित्र चरणों में तमाम प्रार्थना विषयों को हम सौंपते हैं। यीशु मसीह के नाम में मांगते सुनो और ग्रहण कीजिए। വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നീതോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹാവേറിയുമെൻ രക്ഷാകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ആശ്വാസമേ എനിക്ക് തീർന്നവരേശുവിൻ അംഗരുധിരത്തിൻ ശക്തിയാലേ ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ ചേർന്നിടുമേ വേഗം. परमेश्वर पिता की महिमा हो। ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, കടന്നു നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കർത്താവിൽ വന്ദനം പറയുന്നു। इस दुखी घड़ी में परिवार के तमाम प्रिय लोग और अन्य लोग जितने लोग यहाँ पर उपस्थित हैं, हम आप सबों को धन्यवाद देते हैं। നമ്മുടെ പ്രിയ സഹോദരൻ കർത്താവിന് വേണ്ടി ആയിരുന്ന ദൈവദാസൻ എസ്.ബി.സി. ജോൺ സന്നിധിയിലേക്ക് കടന്നു പോകുവാനിടയായി। प्रभु के दास जो परमेश्वर की सेवा करते थे एस.बी.सि. जॉन परमेश्वर के पास में चले गए हैं। മാനുഷികമായി നമുക്ക് വേദനയുണ്ടെങ്കിലും ഒരു വലിയ പ്രത്യാശ ദൈവം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പകർന്നു। मानुषिक रूप में हमारे अंदर दर्द है, वेदना है, लेकिन परमेश्वर हमें बहुत बड़ी एक आशा दी है। എൻ്റെ കാഴ്ചപ്പാടിൽ സാധാരണ ആൾക്കാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്। मेरे नजरों में अन्य लोगों से बढ़कर एक अलग पर्सनालिटी उन्होंने बनाए रखा। ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശരിയായ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ച अपने जीवन के हर एक क्षेत्रों में एक अनुशासित जीवन उन्होंने बनाए रखा। അദ്ദേഹത്തിൻ്റെതായ ചിന്തകളും തീരുമാനങ്ങളും താല്പര്യങ്ങളും उनके पास में अपने निजी और व्यक्तिगत रूप में स्वयं निर्णय लेने का सामर्थ्य सब कुछ पाए जाते थे। കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ ഉള്ള ദർശനം പ്രാപിച്ച ഒരു ദൈവദാസനാണ്। परमेश्वर के सेवा के प्रति उनके अंदर बहुमूल्य और अनमोल एक अच्छे नजरिए उनके पास में थे। അദ്ദേഹം ഇവിടെ ഒരു സ്നാനത്തൊട്ടി പണിഞ്ഞു, ഞാനാണ് അത് വന്ന് സമർപ്പിക്കുവാനായിട്ട്। उन्होंने एक अच्छे बपतिस्मा की ढंगी बनाया, मैंने उसका समर्पण किया। അദ്ദേഹത്തിന് ഭവനം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളും പോയി വീട് കാണാനായിട്ട് പോയിരുന്നു। പക്ഷേ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഒരു നല്ല ഭവനം ദൈവം അദ്ദേഹത്തിന് നൽകി। അതും ഞങ്ങളാണ് വന്ന് സമർപ്പിക്കപ്പെടുവാനിടയായി। उनके मन में पहले से एक इच्छा थी कि अच्छे मकान चाहिए। हमने कई स्थानों में जाकर देखा, अंत में उस मकान परमेश्वर ने दी है और उसका समर्पण करने का भी अवसर परमेश्वर ने हमें दी। കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഈ ദേശത്ത് വന്നിരുന്നു। അന്ന് ഈ ഹോള്, സഭാ ഹോള് ഡെഡിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു। 2 सप्ताह पहले इस एरिया में हम आए थे। उस समय में सभा हॉल का डेडिकेशन करने के संबंध में हमने चर्चा की थी। ആദ്യം എന്നോട് പറഞ്ഞു പണിയൊന്നും തീർന്നില്ല, അതുകൊണ്ട് ഈ 17-ാം തീയതി വീണ്ടും വരുന്നല്ലോ, ആ സമയത്ത് डेडिकेशन ചെയ്യും। उस समय में उन्होंने कहा कि अब तक कार्य पूरा नहीं हुआ है, इसलिए 17, लेकिन तुरंत उन्होंने अपने निर्णय चेंज करते हुए कहा कि अभी जल्दी से जल्दी इस हॉल का समर्पण करना है। സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ കടന്നുപോയി ആ ഹോള് ദൈവവേലയ്ക്ക് വേണ്ടി ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെടുവാനിടയായി। परमेश्वर की आराधना हेतु उस हॉल को जल्दी से जल्दी समर्पण करने का अवसर प्रभु ने दिया। 17-ാം തീയതി അതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല। പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്ലാനിൽ ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നു। जॉन के अंदर परमेश्वर के प्रति बहुत बड़ी बोझ थी। സഭാ വ്യത്യാസം സകല ആൾക്കാർക്കും ഗുണകാംക്ഷിയായിരുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം।
ये हर किसी का भलाई चाहते थे। आमीन। हर कलीसिया के भेदभाव को छोड़कर सारे लोगों से प्यार करते थे। ഒരുപോലെ ദൈവജനത്തെ കാണുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഒരു ദൈവദാസനാണ് അദ്ദേഹം. परमेश्वर के लोगों से उन्होंने गहराई से प्यार करते थे। അദ്ദേഹം പ്രസംഗം പോലെ ജീവിതം എന്താണെന്ന് പ്രായോഗിക ജീവിതത്തിൽ കൂടെ തെളിവാക്കി കാണിച്ച ഒരു ദൈവദാസനാണ്. उन्होंने अपने प्रचार ही नहीं, प्रचार से बढ़कर अपने जीवन के द्वारा उस प्रचार को सच्चाई में लेकर आया है। നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം. एक अच्छे एडमिनिस्ट्रेटर के रूप में भी हम देखा ഒരു जाते हैं। നല്ല മാതൃകയുള്ള കുടുംബജീവിതം നയിച്ച ആളാണ് പാസ്റ്റർ ബി സി ജോൺ. एक पास्टर बीसी जॉन एक आदर्शमय जीवन सबके सामने बिताया। അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം മുൻ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. अतिथि सत्कार के संबंध में बहुत आगे थे। അദ്ദേഹത്തിന്റെ വീട്ടിൽ പല പ്രാവശ്യം ഞങ്ങൾ ടീമായിട്ട് കടന്നു പോയിട്ടുണ്ട്. टीम के रूप में उनके परिवार में कई बार जाने का अवसर मिला। 2 ബെഡ്റൂമും ഹോളും ഉള്ള ആ വീട് 2 बेडरूम और हॉल पाए जाते हैं। 2 ബെഡ്റൂമും ഞങ്ങൾക്ക് വേണ്ടി മാറ്റി തന്നിട്ട് അവര് ആ ഹോളിലാണ് കുടുംബമായി. दोनों बेडरूम हमारे लिए देने के पश्चात में हॉल में वे सोते थे। അദ്ദേഹത്തിന്റെ ആ ത്യാഗ മനോഭാവം മറ്റാരിലും കാണാത്ത ഒരു വലിയ ത്യാഗ മനോഭാവം തന്നെയാണ്. उनके माइंड में मन में അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളും ഞങ്ങൾ ടീമായി കടന്നു താമസിച്ചു. दोनों पिछले दोनों बार जब आए हैं उनके परिवार में उनके साथ रहने का अवसर मिला। ഞാൻ ഈ ഓർപ്പിച്ച പോലെ ഇത്രയധികം സമർപ്പണമുള്ള സാക്ഷ്യമുള്ള ആൾക്കാർ വളരെ കുറവാണ്. इस प्रकार के व्यक्ति समर्पण के साथ में, दर्शन के साथ में बहुत कम लोगों को ही ऐसा पाए जाते हैं। പറഞ്ഞതൊന്നും അതിശയോക്തിപരമായി പറഞ്ഞ ഒരു കാര്യങ്ങളും അല്ല. मैंने आपको बहकाने वाली कोई ऐसी बात नहीं कहा। അസംബ്ലി ഓഫ് ഗോഡ് സമൂഹത്തിന് പാസ്റ്റർ ബി സി ജോൺ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. असेंबली ऑफ गॉड समाज के लिए पास्टर बीसी जॉन एक बहुत बड़े लाभदायक कारण बना। പ്രവർത്തനത്തോട് ബന്ധത്തിൽ ഞങ്ങളിവിടെ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മാറ്റിവെക്കുകയാണ് പല ദിവസങ്ങളിലേക്കായിട്ട്. सेवकाई के प्रति उन्होंने अपने गाड़ी को भी अलग करके रखे थे। അമ്മാമ്മയെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഈ സ്ഥിതിയിൽ ഭാരമുണ്ടെങ്കിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. प्रिय आंटी के बारे में जो भी सोचता हूँ हमारे अंदर जरूर दुख है, लेकिन हम परमेश्वर की महिमा करते हैं। അച്ഛൻ്റെ വിജയത്തിന്റെ എല്ലാം പുറകിൽ ദൈവം തുണയായി താങ്ങായി പ്രിയ അമ്മാമ്മയെ നിർത്തി ദൈവം സഹായിച്ചു. पास्टर बीसी जॉन के सक्सेस के पीछे उनकी प्रिय पत्नी है। ദൈവം പ്രതിഫലം നൽകി മാനിക്കട്ടെ. परमेश्वर को बहुत ऐसे आशीर्वाद देने पाए। പ്രിയ മകൻ ഗോൾഡി അതുപോലെ തന്നെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ വളരെ മുൻപന്തിയിൽ ഞങ്ങളുടെ ബന്ധത്തിലായിരുന്നു. भाई गोल्डी को भी परमेश्वर बहुत आदर दी है और परमेश्वर की सेवा में बहुत आगे है। ഭവനം ഒരു ദൈവപുരുഷന്റെ ഭവനമായി. ये घर एक परमेश्वर के प्रजा के दास का घर है। ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. इतने अच्छे गवाही को रखने वाले इस परिवार पाए जाते मुझे नहीं मालूम। പെട്ടെന്ന് അദ്ദേഹം ഇവിടുന്ന് മാറിയപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. जैसे उनका अलगाव हुआ है हम विश्वास नहीं कर पाए। ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന്. हमें कभी ऐसा हमारे मन विचार नहीं आया कि इतना जल्दी वे चले പക്ഷേ जाएंगे, ദൈവത്തിൻ്റെതായ പ്ലാനുകളുണ്ട്. लेकिन परमेश्वर के पास में अपना विशेष योजनाएं पाए जाते हैं। ഓരോരുത്തരെ കുറിച്ചും ഓരോ പ്ലാനുകളുണ്ട്. हर एक व्यक्ति के ऊपर परमेश्वर की अपनी योजना पाई जाती है। പ്രാവശ്യം വരുമ്പോൾ ഈ പ്രിയപ്പെട്ടവന്റെ ശവമടക്ക ശുശ്രൂഷയ്ക്കായിരിക്കും ഞാൻ വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. मैंने कतार पाने वालों के जीवन परमेश्वर के जीवित पुस्तक में പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയുമെന്നാണ് ദൈവത്തിന്റെ जिस വചനം. किसी का नाम जीवन की पुस्तक में नहीं पाए जाते हैं उनको आग के झील में फेंक दिया जाएगा। യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന സകല ദൈവമക്കളുടെയും പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. आज जितने लोगों के उद्धार हुआ, जिन्होंने अपने यीशु मसीह को अपने उद्धारकर्ता के रूप में ग्रहण की है, उन सबों का नाम उस जीवन के पुस्तक में पाए जाते हैं। അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. और इस अनुभव में आने के लिए सारे मानव जाति को वो पुकारते हैं। കാലാകാലങ്ങളിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന അനേക ദൈവമക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. काम ये समय समय पर परमेश्वर को उद्धारकर्ता के रूप में ग्रहण किए हुए बहुत सारे विश्वास यहाँ पर खड़े हैं। എന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തെ കുറിച്ച് അനുദപിക്കുവാൻ തയ്യാറാണ്. लेकिन यदि किसी का नाम जीवन की पुस्तक में पाए नहीं जाते हैं तो आपको आज पछतावा करना होगा। മനുഷ്യൻ സകല ലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ അവന് എന്ത് പ്രയോജനം? यीशु ने पूछा कि यदि कोई संसार को जीते और अपने प्राण को खोए तो उनके लिए क्या लाभ है? യേശു ചോദിക്കും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കഴിയും? यीशु पूछता है यदि तो आज मरते हैं तो तेरे अनंत काल का जीवन कैसा होगा? ദൈവദാസനെ സംബന്ധിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് വലിയ പ്രത്യാശയുണ്ട്, ധൈര്യമുണ്ട്. ये प्रभु के दास के संबंध में हम सब अच्छी तरह जानते हैं। ഈ പ്രിയപ്പെട്ടവനെ അധികം താമസിയാതെ നമ്മൾ കാണും. और एक दिन ये प्रभु के दास को हम देखेंगे। കർത്താവ് താൻ ഗംഭീരനാഥത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. जब परमेश्वर की तुरही फूकी जाएगी और दूतों के साथ में जब आएंगे तो वो जी ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ ദൈവദാസൻ ഉയർത്തെഴുന്നേൽക്കും. जितने मसीह में मरे हुए जो जी उठेंगे और उस समय में हम उनको देख पाएंगे. ആ നീതിயின் പ്രഭാതത്തിൽ നമുക്ക് ഈ പ്രിയപ്പെട്ടവനെ കാണാം. उस सूरज के किरणों के सामने हम ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് കടന്നു പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. यदि आशा आपके दिल में नहीं है तो हम आपसे अनुरोध करते हैं आप निर्णय लेकर परमेश्वर यीशु मसीह को ग्रहण करें. आइए हम अपने आंखों को बंद करें. सर्वशक्तिमान परमेश्वर पिता प्रभु അവിടുത്തെ കാര്യങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ ഈ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവരുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും ദൈവം പകരണമേ. जो शांति जो समझ से परे है इस परिवार के ऊपर उंडे प्रभु. ഈ പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ प्रभु अभी जो वचन हमने सुना है രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. यदि किसी के जीवन में उद्धार का अनुभव नहीं है तो ഈ കർത്തൃദാസന്റെ യാത്രയപ്യോഗത്തിൽ അവരെ യേശുവിനെ കണ്ടെത്തുവാൻ സാഹചര്യം ഒരുക്കണമേ. प्रभु जी उनके विदाई के समय में हमें प्रभु उनके जीवन में तो कार्य कर. തുടർന്നുള്ള ശുശ്രൂഷകളെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. प्रभु जी आगे की सेवकाई में तेरी उपस्थिति हो. കർത്താവേ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ കടന്നു പോകുന്നു. प्रभु जी आगे की सेवकाई के लिए हम चले जा रहे हैं. കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. तेरा अनुग्रह हमारे साथ हो. യേശു നാമത്തിൽ यीशु के नाम से मांगते हैं. आमीन. तो हम कर लेंगे. बिल्कुल ठीक है. हम छोड़ ठीक है. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിന്റെ അത്ഭുത സാന്നിധ്യം കൂടെ ഇരുന്ന് നിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആശ്വസിച്ച് ബലപ്പെടുവാൻ പ്രിയപ്പെട്ടവരൊക്കെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ ആത്മാവിന്റെ നിയോഗത്തിലും നിറവിലും ചെയ്ത് ആശ്വാസത്തിന് കാരണമായി തീരേണ്ടത് ദാസനെ നീ അഭിഷേകം ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നൽകുന്ന ആശ്വാസവും ബലവും ശക്തിയും ഞങ്ങളോട് ഓരോരുത്തരോടും കൂടി ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത്രത്തോളം നീ നൽകിയ എല്ലാ സഹായങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ ഞാൻ മറുരൂപമായി പരനേശു രാജ
രാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയ ഹല്ലേലൂയ പാടിടും ഞാൻ. കൊരിന്ത്യ ലേഖനത്തിൽ അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് മരണത്തെക്കുറിച്ചും നമ്മുടെ ഉയർപ്പിനെക്കുറിച്ചും ഉയർപ്പിൻ ശരീരത്തെ സംബന്ധിച്ചും മരണത്തിന് മേലുള്ള ജയത്തെക്കുറിച്ചും വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. पहला कुरिन्थी 15 अध्याय पूरे अध्याय जो पढ़ते हैं मृत्यु के संबंध में, उसके बाद के संबंध में प्रेरित पौलुस यहाँ पर बहुत सारी बातें लिखी. വാക്യങ്ങളെല്ലാം पद आपके लिए पढ़ना चाहता हूँ. വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. 20 पद से लेकर इस प्रकार हम पढ़ते हैं. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൽ പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. परंतु सचमुच मसीह मुर्दों में से जी उठा है और जो सो गए हैं उनमें से वह पहला फल हुआ, क्योंकि दो हर एक अपनी अपनी बारी से. पहला फल मसीह, फिर मसीह के आने पर उनके लोग. इसके बाद अंत होगा. उस समय वह सारी प्रधानता, सारा अधिकार और सामर्थ का अंत होगा, क्योंकि जब तक वह अपने बैरियों को ना कर ले तब तक उसका राज्य करना अवश्य है. सबसे अंतिम बैरी जो नष्ट किया जाएगा वह मृत्यु है. ഒരു വേദഭാഗം കൂടെ ആ ഭാഗത്തുനിന്ന് വായിക്കാം. एक और पद यहाँ हम लोग पढ़ेंगे 50वां पद से लेकर. हे भाइयों, मैं कहता हूँ कि परमेश्वर के राज के अधिकारी नहीं हो सकते और न नाशवान अविनाशी का अधिकारी हो सकता है. देखो, मैं तुमसे भेद की बात करता हूँ. हम सब नहीं सोएंगे परंतु सब बदल जाएंगे और ये क्षण भर में पलक मारते ही अंतिम तुरगी फूकते ही होगा, क्योंकि तुरगी फूकी जाएगी और मुर्दे अविनाशी दशा में उठाए जाएंगे और हम बदल जाएंगे. क्योंकि अवश्य है कि यह नाशवान दे अविनाश को पहन ले और मरणहार दे अमरता को पहन ले. और जब यह नाशवान अविनाश को पहन लेगा और यह मरणहार अमरता को पहन लेगा, तब वह वचन जो लिखा है पूरा हो जाएगा, जय ने मृत्यु को निगल लिया है. ये मृत्यु तेरी जय कहाँ रही? ये मृत्यु तेरा ढंग कहाँ रहा? व्यक्ति को इस संसार छोड़कर जाना होगा. ദൈവത്തിന്റെ ലിസ്റ്റിൽ ഓരോരുത്തരുടെയും സമയവുമുണ്ട്. परमेश्वर के लिस्ट में सबके समय है. നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മുടെ മരണത്തിന്റെ സമയം എപ്പോഴാണ്. हमारे मृत्यु के समय हमको पता नहीं है. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. लेकिन उद्धार पाए हुए विश्वासियों के लिए एक पुनरुत्थान बाकी है. നാം ഈ ശരീരം ഈ ഭൂമിയോട് തിരികെ ഏൽപ്പിക്കാൻ പോകുന്നു. ये शरीर इस मिट्टी के सुपुर्द हम करने जा रहे हैं. ഭൂമിയിൽ നിന്ന് ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ये मिट्टी में से इस मनुष्य को बनाया गया है. പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്നുള്ള വചനപ്രകാരം ഈ മൃതശരീരത്തെ നമ്മൾ ഈ പൊടിയിലേക്ക് തിരികെ കൊടുക്കുക. ये धूल है, इसलिए धूल में समर्पित किया जाता है. परमेश्वर के वचन के अनुसार समर्पण करते हैं. നാം ഒരു വിത്തിട്ട് അത് കിളിർത്ത് ഒരു പുതിയ സൃഷ്ടിയായി അത് തീരുന്നത് പോലെ ഈ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഈ മൃത